ബ്രാക്കറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെല്ലും ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെയും കാര്യം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ മിക്ക ഓപ്ഷനിലും. പെട്ടെന്ന് മാർക്ക് ചെയ്യുമ്പോൾ ആ കാര്യം പലർക്കും മാറിപ്പോകാറുണ്ട്. ഓപ്ഷൻ മിക്കവാറും തന്നെ എല്ലാം തന്നെ സിമിലർ ആയിരിക്കും. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു ഫംഗ്ഷൻ ബൈ അനദർ ഫംഗ്ഷൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ കോഷ്യൻ്റ് ഫോമിൽ അത് ആൻസർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും റോളുണ്ട്. ബേബി കർവ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈച്ച് ഫാക്ടർ ബിക്കം 0, ഓരോ ഫാക്ടറും 0 വരുന്നത്. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു പ്രൊഫസർ PC തോമസ് ക്ലാസ്സസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ്. 2025 കീം PYQ ഡിസ്കഷനിൽ മാത്തമാറ്റിക്സിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളരെ ചെറിയൊരു ചാപ്റ്റർ, ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞ ചെറിയൊരു ചാപ്റ്ററാണ് ചെയ്യുന്നത്. അത് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ചാപ്റ്റർ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് 2026 ഏപ്രിൽ കീം എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സ് ഫസ്റ്റ് ബാച്ച് മാർച്ച് 13-നും സെക്കൻഡ് ബാച്ച് മാർച്ച് 18-നും സ്റ്റാർട്ട് ചെയ്യും. ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് നമ്മളതിൻ്റെ തിയറി ബ്രീഫ് ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്ത് ഫോർമുലാസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ക്ലാസ്സുകൾ മുന്നോട്ട് പോകും. ഡെയിലി മോക്ക് എക്സാം ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസിനുള്ള സൗകര്യം ഉണ്ടാവും. അതുപോലെ തന്നെ 11th 12th സ്കൂളിലെ എക്സാമിന് വേണ്ടിയിട്ടും ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവർക്കും തിയറി കൺസെപ്റ്റിന് വേണ്ടിയിട്ടൊക്കെ പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസിൻ്റെ യൂട്യൂബ് സീരീസിൽ ഓരോ ചാപ്റ്റർ വൈസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എല്ലാം ചാപ്റ്റർ വൈസ് NCERT തിയറി പ്ലസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് യൂട്യൂബിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലീനിയർ ഇനീക്വാളിറ്റീസിൽ നിന്ന് ഒരു എക്സാമിന് 6 എക്സാമുകളാണ് കഴിഞ്ഞ വർഷം 2025 നടന്നത്. ഒരു 2 ക്വസ്റ്റ്യൻ വീതമൊക്കെ ആവറേജ് ചോദിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അതിനകത്തെ ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഓപ്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ബ്രാക്കറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെല്ലും ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെയും കാര്യം അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ മിക്ക ഓപ്ഷനിലും. പെട്ടെന്ന് മാർക്ക് ചെയ്യുമ്പോൾ ആ കാര്യം പലർക്കും മാറിപ്പോകാറുണ്ട്. ഓപ്ഷൻ മിക്കവാറും തന്നെ എല്ലാം തന്നെ സിമിലർ ആയിരിക്കും. അപ്പോൾ ആ ബ്രാക്കറ്റ് ഈക്വൽ ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരും, ഈക്വൽ ഇല്ലെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ് വരും. പക്ഷേ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയ പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ട് ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഓപ്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സാറ്റിസ്ഫൈസ് ദ ഇനീക്വാളിറ്റി. എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതുണ്ടോ, ഇവിടെ ലോവർ ലിമിറ്റിൽ ക്ലോസ്ഡ് ആണ്, അപ്പർ ലിമിറ്റിൽ ഓപ്പൺ ആണ്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് എന്നുള്ള ടൈമിലേക്ക് എത്തിക്കണം. ഈ മിഡിൽ ടൈമിൽ കംപ്ലീറ്റ് ഒരു 2 സബ്ട്രാക്ട് ചെയ്യുന്നു. കംപ്ലീറ്റ് 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ -6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3x ലെസ് ദാൻ 5. എല്ലാ ടൈമിലും 2 സബ്ട്രാക്ട് ചെയ്തു, -3x എന്ന് കിട്ടി. ഇനി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇനി കംപ്ലീറ്റ് -3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു ഇനീക്വാളിറ്റി. -3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം കേട്ടോ. ആ ഒരു കാര്യം മറക്കരുത്. ഒരു നെഗറ്റീവ് നമ്പർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. -3 കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടൈം 2 വരും. ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യണ ആരും മറക്കരുത്. എക്സ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ -5/3. അപ്പോൾ നോക്കൂ, ഓപ്പൺ -5/3 ക്ലോസ്ഡ്, ഓപ്പൺ -5/3 ക്ലോസ്ഡ് 2. ഇതുണ്ടോ, രണ്ടും ക്ലോസ്ഡ് വരുന്നതുണ്ട്. ഓപ്പൺ -5/3 ക്ലോസ്ഡ് 2. ഇതിനകത്ത് ഓപ്ഷനിൽ ചെറിയ കറക്ഷൻ ഉണ്ട് കേട്ടോ. ഓപ്പൺ -5/3 ക്ലോസ്ഡ് 2. -5/3ക്ക് ഓപ്പൺ ഇൻ്റർവെല്ല, -5/3ക്ക് ഓപ്പൺ ഇൻ്റർവെല്ലാണ്. പ്രിൻറ്റിങ്ങിൽ വന്ന എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ആയിരിക്കും. -5/3ക്ക് ഓപ്പൺ ഇൻ്റർവെല്ലാണ് വേണ്ടത്. ഓപ്ഷൻ 4 എന്തായാലും മാർക്ക് ചെയ്യുന്നു. -5/3 2 വരുന്ന ഓപ്ഷൻസ് വേറെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഇംപ്ലൈസ് ദിസ് ഇനീക്വാളിറ്റി ലീഡ്സ് ടു വാല്യൂ ഓഫ് പി.
എനിക്ക് തോന്നുന്നു ഈ ഇനീക്വാളിറ്റിയിൽ നിന്ന് ഇതിലേക്ക് ഡെവലപ്പ് ചെയ്താലും മതി. അതായത് ഇതിനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് കമ്പയർ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇനീക്വാളിറ്റീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ -25 ലെസ് ദാൻ 5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -5. കംപ്ലീറ്റ് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം ഇതിൻ്റെ മിഡിൽ കിടക്കുന്നത് 5x + 4 എന്നാണ്. ഇനി എല്ലാ ടൈമിലും +4 ആഡ് ചെയ്തു. +4 ആഡ് ചെയ്യുമ്പോൾ -25 + 4 -21 ലെസ് ദാൻ 5x + 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. എല്ലാ ടൈമിലും +4 ആഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ ഇനീക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ b is equal to what? The least value of b is -1. ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് സാറ്റിസ്ഫൈസ് ദ ഇനീക്വാളിറ്റീസ്. മോഡുലസ് വെച്ച് 2 പ്രോപ്പർട്ടീസ് നിങ്ങൾ അറിയണം. ഒന്ന്, mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു a implies -a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു a. mod x greater than or equal to a implies x greater than or equal to x less than or equal to -a or x greater than or equal to a. ഇത് തന്നെയാട്ടോ mod x സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു a സ്ക്വയർ വന്നാലും സെയിം കേസ് തന്നെയാണ്. -a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു a എന്നാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ഇല്ല എങ്കിൽ ഇവിടെ ഈക്വൽ വരില്ല, ഇൻ്റർവെൽ ഓപ്പൺ ആയിട്ട് മാറും. ഇനീക്വാളിറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മോഡുലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്വയറിൻ്റെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ -11 ലെസ് ദാൻ ഓർ ഈക്വൽ, ഇവിടെ ഈക്വൽ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. 3 - 4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. എല്ലാ ടൈമിൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ -11 - 3 എന്ന് പറയുമ്പോൾ -14 വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4x, ഇവിടെ 3 കട്ടായി പോവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഓക്കെ, എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. -4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ -4. -14 ബൈ -4 എന്ന് പറഞ്ഞാൽ 7/2 വരും. ദിസ് ബിക്കം എക്സ്. ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഡിവൈഡ് ബൈ -4 ആണ്. സോ ഇനീക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. കംപ്ലീറ്റ് -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. ക്ലോസ്ഡ് -2 ടു -2 ആട്ടോ ലീസ്റ്റ്. ക്ലോസ്ഡ് -2 ക്ലോസ്ഡ് 7/2. ക്ലോസ്ഡ് -2 ക്ലോസ്ഡ് 7/2 സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ക്ലോസ്ഡ് -2 ക്ലോസ്ഡ് 7/2 സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ആ മോഡുലസിൻ്റെ ഇനീക്വാളിറ്റി പഠിക്കുന്ന കാര്യം മറക്കരുതേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്, തെറ്റാണ്. ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്. 2x - 21 by x - 11 -3 greater than or equal to 0. ദെൻ LCM കണ്ടുപിടിക്കുന്നു. 2x - 21 -3x plus 33, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബൈ x - 11 greater than or equal to 0. 2x - 3x is -x. 33 - 21 is plus 12 by x - 11 greater than or equal to 0. വേവി കർവ് മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ന്യൂമറേറ്ററിൽ ഒരു മൈനസ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ x - 12 ബൈ x - 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ന്യൂമറേറ്റർ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റും റൈറ്റും മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +x -12 ആവും. റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെയാണ്. ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. വേവി കർവ് മെത്തേഡിൽ അവർ പറയുന്നുണ്ട്, നമ്മൾ ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവായിരിക്കണം. എന്നിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈച്ച് ഫാക്ടർ, ഓരോ ഫാക്ടറും 0 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും 11, 12.
ന്യൂമറേറ്റർ 0 കൊടുക്കുമ്പോൾ 12 കിട്ടും, ഡിനോമിനേറ്റർ 0 കൊടുക്കുമ്പോൾ 11 കിട്ടും. ഇനി റൈറ്റ് മോസ്റ്റ് ഇൻ്റർവെൽ പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് ഇങ്ങനെ പോരും. ബേബി കർവ് മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഈ ഇൻ്റർവെല്ലിൽ ഒരു വാല്യൂ കൊടുക്കുക. 12നേക്കാൾ വലിയൊരു വാല്യൂ 13 ന്യൂമറേറ്ററിൽ കൊടുത്താൽ പോസിറ്റീവ്, ഡിനോമിനേറ്ററിൽ കൊടുത്താലും പോസിറ്റീവാണ്. പോസിറ്റീവ് ബൈ പോസിറ്റീവ് പോസിറ്റീവാണ്. അതിവിടെ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ ബേബി കർവ് മെത്തേഡിനെ കുറിച്ച് അറിയില്ലെങ്കിൽ 11നും 12നും ഇടയ്ക്ക് ഒരു നമ്പർ എടുത്താൽ 11.5. 11.5 ഇവിടെ കൊടുത്താൽ നെഗറ്റീവാണ്, ഇവിടെ കൊടുത്താൽ പോസിറ്റീവാണ്. നെഗറ്റീവ് ബൈ പോസിറ്റീവ് നെഗറ്റീവ് വരും. 11നേക്കാൾ ചെറിയൊരു നമ്പർ 10 എടുത്തു, ന്യൂമറേറ്റർ നെഗറ്റീവാണ്, ഡിനോമിനേറ്റർ നെഗറ്റീവാണ്. നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവാണ്. ഇനി നമുക്ക് ആവശ്യം നെഗറ്റീവായിട്ട് വരുന്ന ഇൻ്റർവെല്ലാണ്. അപ്പോൾ നെഗറ്റീവായിട്ട് വരുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലാണ് നമുക്ക് ആവശ്യം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഈക്വൽ ഉണ്ടെങ്കിൽ പോലും ഡിനോമിനേറ്റർ 11 പറ്റില്ല, നോട്ട് ഡിഫൈൻഡ് ആവും. മാത്രമല്ല അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻ്റർവെൽ എഴുതുമ്പോൾ ഓപ്പൺ 11 ക്ലോസ്ഡ് 12, ഓപ്പൺ 11 ക്ലോസ്ഡ് 12, ഓപ്ഷൻ 2 വരും, സെക്കൻഡ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ -2x, 9x ലെഫ്റ്റിലേക്ക് വരുന്നു, ലെസ് ദാൻ 4 റൈറ്റിലേക്ക് പോകുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പിലാണ് ശ്രദ്ധിക്കേണ്ടത്, -2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്ന് വരും. ലെഫ്റ്റും റൈറ്റും -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ് -2വിനേക്കാൾ വലുതാണ്. ഓപ്പൺ ഇൻ്റർവെല്ലാണ്, -2വിനേക്കാൾ വലുത്. അപ്പോൾ -2 ടു ഇൻഫിനിറ്റി. ഓപ്പൺ ഇൻ്റർവെല്ലാണ്, -2 ടു ഇൻഫിനിറ്റി, തേർഡ് ഓപ്ഷൻ. ഫോർത്ത് ഓപ്ഷനിൽ ക്ലോസ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കണേ. ഇവിടെ ഈക്വൽ ഇല്ല, അതുകൊണ്ട് ക്ലോസ്ഡ് പറ്റില്ല. ഓപ്പൺ ഇൻ്റർവെൽ -2 ടു ഇൻഫിനിറ്റി, തേർഡ് ഓപ്ഷൻ. ഇതൊക്കെ NCERT ക്വസ്റ്റ്യൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ 5 ഇങ്ങോട്ട് വന്നാൽ 15 വരും. 15x 15 × 3 45 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 × 6 42x -42. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ എന്ന്. ഇത് കോൺസ്റ്റൻ്റാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വേരിയബിൾ ആയാലും പ്രശ്നമില്ല, നമുക്ക് സൈൻ അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ അതിന് കുഴപ്പമില്ല. അതല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു ഫംഗ്ഷൻ ബൈ അനദർ ഫംഗ്ഷൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ കോഷ്യൻ്റ് ഫോമിൽ അത് ആൻസർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും റോളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ഡിസിഷൻ എടുക്കുന്നതിൽ ഡിനോമിനേറ്ററിന് റോൾ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 42 ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ ഇറ്റ് ഈസ് 87 എഴുതാം അല്ലേ, 87. 15 റൈറ്റിലേക്ക് പോയാൽ 42, 32, 28 എഴുതാം. അപ്പോൾ 87/28 അല്ല 27 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. become 27 അല്ലേ, 27. അപ്പോൾ ഇങ്ങനെ കിട്ടും. എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 87/27 വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാലോ. 3 കൊണ്ട് കട്ട് ചെയ്താൽ താഴെ 9 വരും. ന്യൂമറേറ്ററോ 23 വരും, അല്ല 29 വരും. ഓക്കെ, അപ്പോൾ 29/9. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 29/9, ഓപ്ഷൻ 3 വരും. ലോവർ ലിമിറ്റ് 29/9 ആണ്, അതിനേക്കാൾ വലുതാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ 29/9 ടു ഇൻഫിനിറ്റി, തേർഡ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഫോർ ദ സൊല്യൂഷൻ സെറ്റ് ഫോർ -12x ഗ്രേറ്റർ ദാൻ 38 വേർ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇതിപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാലോ, എം ടി സെറ്റ്. കാരണം എന്താ, അവർ പറയുന്നത് -12x 38നേക്കാൾ വലുതായിരിക്കണം. എക്സിന് ഏതൊക്കെ നാച്ചുറൽ നമ്പർ കൊടുക്കാം? എക്സിന് ഏതെങ്കിലും നാച്ചുറൽ നമ്പർ കൊടുത്താൽ ഇത് വലുതാവില്ല. കാരണം ലെഫ്റ്റ് സൈഡ് നെഗറ്റീവാണ് കിടക്കണേ, -12 കിടക്കണേ അല്ലേ. ഇൻറ്റിജർ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ എക്സിന് നമുക്കൊരു -4 ഒക്കെ കൊടുക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അവർ സമ്മതിക്കില്ല, എക്സിന് നാച്ചുറൽ നമ്പർ കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എം ടി സെറ്റ്, വെരി സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഈസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ്
നമുക്കിതിൻ്റെ LCM കൊണ്ട് കംപ്ലീറ്റ് ഒന്നങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 4ൻ്റെയും 3യുടെ LCM 12 കിട്ടും. കംപ്ലീറ്റ് 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12x പ്ലസ് 3x പ്ലസ് 4x ലെസ് ദാൻ 12 ഇൻറ്റു 13. 12 ഇൻറ്റു 13 എത്ര കിട്ടി? 6. 6 2 13 6 5 156 അല്ലേ? 156. ഇവിടെ എന്ത് വരും? 3 + 4 7 19x. അപ്പോൾ x ലെസ് ദാൻ 156/19. x ലെസ് ദാൻ 156/19. അതായത് ഇവിടെ 156/19 വരും. അതിനേക്കാൾ ലെസ് ആയാൽ മതി. അതിനേക്കാൾ ലെസ് ആയി കഴിഞ്ഞാൽ അവിടെ പോലെ വരാം, -∞ വരെ പോവാം. അതിനേക്കാൾ ലെസ് ആവുക, 156/19 ചെറുതാവുക. അപ്പോൾ ലോവർ ലിമിറ്റ് വന്നിട്ട് -∞ വരെ വരും. -∞ ടു 156/19. ഓപ്ഷൻ ശ്രദ്ധിക്കണേ, ഓപ്പൺ ഇൻ്റർവെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. 2 ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ x + 1/x - 1 - 2 ലെസ് ദാൻ 0. x + 1/x - 1. ഓക്കെ, LCM എടുത്താൽ x + 1 - 2x + 2/x - 1 ലെസ് ദാൻ 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -x + 3/x - 1 ലെസ് ദാൻ 0. ഞാൻ നേരത്തെ ബേബി കർവ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. നെഗറ്റീവ് കൊണ്ട് ന്യൂമറേറ്റർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ x - 3/x - 1 ഗ്രേറ്റർ ദാൻ 0 വരും. ബേബി കർവ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈച്ച് ഫാക്ടർ ബിക്കം 0, ഓരോ ഫാക്ടറും 0 വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ഫാക്ടറാണ് വരുന്നത്. d = 0 കൊടുത്താൽ 3 വരും, d = 0 കൊടുത്താൽ 1 കിട്ടും. അപ്പോൾ 1 3. ബേബി കർവ് ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ, നമുക്ക് പോസിറ്റീവ് ഇൻ്റർവെല്ലാണ് ആവശ്യം. ഈക്വൽ ഇല്ല. അപ്പോൾ -∞ മുതൽ 1 വരെയും 3 മുതൽ ∞ വരെയും, -∞ മുതൽ 1 വരെയും 3 മുതൽ ∞ വരെയും ഓപ്പൺ ഇൻ്റർവെല്ലാണ്. ഈക്വൽ ഇല്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വാല്യൂ കൊടുത്ത് നോക്കിക്കോ. 3യേക്കാൾ വലിയൊരു വാല്യൂ എടുക്കുക. ഏത് 4 5 6 ഏത് കൊടുത്താലും ഇത് പോസിറ്റീവ്. ബിറ്റ്വീൻ 1 and 3 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്റർ നെഗറ്റീവ്, ഡിനോമിനേറ്റർ പോസിറ്റീവ്, ആൻസർ ബിക്കം നെഗറ്റീവ്. അങ്ങനെ വാല്യൂ കൊടുത്ത് ചെക്ക് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ മോഡുലസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ദെൻ -3 ലെസ് ദാൻ x + 2 ലെസ് ദാൻ 3. കംപ്ലീറ്റ് 2 സബ്ട്രാക്ട് ചെയ്യുന്നു. -5 ലെസ് ദാൻ x ലെസ് ദാൻ 1. സോ -5 to 1, -5 to 1, സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. -5 to 1, സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ. x - 3/x - 5 - 3 ഗ്രേറ്റർ ദാൻ 0. LCM എടുത്തു കഴിഞ്ഞാൽ x - 3 - 3x + 15/x - 5 ഗ്രേറ്റർ ദാൻ 0. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -2x + 12 അല്ലേ? x - 3x - 2x 3 12/x - 5 ഗ്രേറ്റർ ദാൻ 0. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2x - 12/x - 5 ലെസ് ദാൻ 0. ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അല്ലാട്ടോ, ലെഫ്റ്റും റൈറ്റും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്തു. ദെൻ നമ്പർ ലൈൻ വരച്ചു. -∞ to ∞. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ചാൽ ഈച്ച് ഫാക്ടർ ഈക്വൽ ടു 0. ഇപ്പോൾ x - 5 0 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? x = 5 കിട്ടും. ഇത് = 0 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? 2x - 12 = 0. x = 6 കിട്ടും. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. നമുക്ക് എന്താ ആവശ്യം? നെഗറ്റീവ് ആവശ്യം. അപ്പോൾ 5 മുതൽ 6 വരെ ഇവിടെ ഈക്വൽ ഇല്ല. അതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവെല്ല് ഓപ്ഷൻ 3 കിട്ടും. തേർഡ് ഓപ്ഷൻ ഓപ്പൺ ഇൻ്റർവെൽ 5 to 6.